രാവിലെ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഈ ഒരു പ്രസാദം ഉണ്ടല്ലോ, ഇത് കളഭമാണ് ഗുരുവായൂർ അമ്പലത്തിലെ. അപ്പോൾ ചേച്ചിയൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. ഇത് രാവിലെ തൊടുമ്പോൾ ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് വൈബാണ്, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തോന്നിക്കും. അപ്പോൾ ഇപ്പം ഞാനത് എന്നും കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഇടാറുണ്ട്. പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ഒരു ചോളം ഉരുപ്പുണ്ടായിരുന്നു, അപ്പോൾ ചോളം ഞാനങ്ങ് പുഴുങ്ങാൻ വെച്ചു. പിന്നെ എൻ്റെ അമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മയാണെങ്കിൽ രാവിലെ അവിയലൊക്കെ ഇങ്ങ് വെച്ചു. ഞാൻ തലേദിവസം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ ചോറ് കൊണ്ടുപോകണം. പിന്നെ ഞാൻ ചോറൊക്കെ ഇങ്ങ് പൊതി കെട്ടി കൊടുക്കുവാണേ. അമ്മ വരുമ്പോൾ എനിക്ക് പകുതി ജോലി കുറവാണ്. കുറേയൊക്കെ അമ്മയങ്ങ് ചെയ്തോളും. പിന്നെ അമ്മ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ചെടുത്ത് പിന്നെ അമ്മയ്ക്ക് അവിയലൊക്കെ കൂട്ടി ഞാനൊരു പൊതി കെട്ടിയാൻ കൊടുത്തു. അമ്മ രാവിലെ ഇന്നും അയത്തേട്ടനാണെങ്കിൽ കൊട്ടാരക്കര കൊണ്ടുവിടും. അപ്പോൾ ഇന്നും അമ്മ പോകാനായിട്ട് റെഡി ആയിട്ടോ. അതിൻ്റെ കൂടെ ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ എന്നെ അമ്പലത്തിലാക്കിയിട്ട് അവർ നേരെ കൊട്ടാരക്കരയിലോട്ട് പോയി അർഷിക്കുട്ടനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പതിവില്ലാതെ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നതിനൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നെൻ്റെ ജന്മനക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു രാവിലെ അമ്പലത്തിലൊക്കെ പോയി കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവ് വൈബാക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിൽ അമ്മയാട്ടോ ഓർമ്മിപ്പിച്ചേ, നാളെ ജന്മനക്ഷത്രമാണ്, അമ്പലത്തിൽ പോയി രാവിലെ തൊഴണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് രാവിലെ അമ്മയുടെ വാക്കനുസരിച്ച് ഞാനിങ്ങ് തൊഴാനായിട്ട് വന്നു. തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്പലത്തിൽ തൊഴാനായിട്ട്. എനിക്കാണെങ്കിൽ രാവിലത്തെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ തിരുമേനി തന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും ധൃതി വയ്ക്കാതെ ഇങ്ങനെ സമാധാനത്തിൽ പോയി ഇരുന്ന് ഒക്കെ പ്രാർത്ഥിച്ചിട്ട് വരാനാട്ടോ എനിക്കിഷ്ടം. ഇന്നെന്തോലെ അതുപോലെ നടന്നു. എനിക്ക് ഈ വെപ്രാളത്തിൽ ചെന്നിട്ട് പെട്ടെന്ന് തൊഴുത് ചടപടേ പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തോ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അർഷിക്കൂട്ടനും ചേട്ടനും എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അർഷിക്കാണെങ്കിൽ ഈ അമ്പലത്തിലെ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ പൊതി കണ്ടിട്ട് ആൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിറ്റൗട്ടിൽ കയറിയപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരോട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. ഇഷ്ടപ്പെടുകയാണെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.